ഹായ്, പുതിയൊരു സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യുന്നത്. PSC ആയിട്ട് ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് വാർത്തകളിൽ വന്നതാണ് CPO റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. ആ പഴയ റാങ്ക് ലിസ്റ്റ് അല്ല, അത് 530/2019 ആ റാങ്ക് ലിസ്റ്റ് അല്ല. ഞാൻ കണ്ടതിൽ ഏറ്റവും നാണം കെട്ട ഒരു റാങ്ക് ലിസ്റ്റായിരുന്നു. ഞാൻ അതിനകത്തുണ്ടായിരുന്നു. റാങ്ക് ലിസ്റ്റിലെ ഒരു പകുതി ആൾക്കാർക്ക് പോലും ജോലി കൊടുക്കാത്ത ഒരു നാറിയ റാങ്ക് ലിസ്റ്റായിരുന്നു 530/2019. ഇപ്പം ഞാൻ വന്നിരിക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് 2022 CPO വിളിച്ചിരുന്നു. അതായത് മറ്റേതിൻ്റെ കൂടെ തന്നെ ആയിരുന്നു അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. എനിക്ക് ഉണ്ടായിരുന്നു ആ എക്സാം. പക്ഷേ ഞാൻ അത് എഴുതാൻ എന്നെക്കൊണ്ട് പറ്റാഞ്ഞെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ മറ്റേതിനകത്ത് റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല. നമ്മുടെ 530/2019 റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല. ഫിസിക്കൽ കഴിഞ്ഞിട്ട് ഉടനെ എൻ്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വിളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇതിനകത്ത് ഇത് കിട്ടുമെന്ന്. പിന്നെ നമ്മൾ ഇപ്പോൾ നോക്കിയാൽ മതി, SLC എക്സാം, +2 ഡിഗ്രി എക്സാമിൻ്റെ ഒക്കെ ആനുവൽ എക്സാം ഉണ്ടല്ലോ. ആനുവൽ എക്സാം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആനുവൽ എക്സാമൊക്കെ നമ്മൾ നല്ലോണം പഠിച്ച് ഒരു മാസമൊക്കെ ഇരുന്ന് നല്ലോണം പഠിച്ച് പോയി ഇരുന്ന് എഴുതും. ആദ്യത്തെ ഒരു തവണ നല്ലോണം പഠിച്ചിരുന്ന് എഴുതിയിട്ട് പിന്നെയും ഒരു 1-2 ആഴ്ച കഴിഞ്ഞിട്ട് ആ എക്സാം മൊത്തം ക്യാൻസലാക്കി വീണ്ടും ആദ്യം തൊട്ട് ആ എക്സാം നടത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ളൊരു ഇത് എന്നുവെച്ചാൽ ആ പഠിച്ചതെല്ലാം മറന്നു പോകുന്നൊരു സമയത്ത് നടത്തി അങ്ങനെ ഇരിക്കും. അതേപോലെ ആയിരുന്നു എൻ്റെ ഒരു അവസ്ഥ. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പോയി. നമ്മൾ ഇപ്പോൾ സാധാരണ CPOയുടെ ഒക്കെ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ മുഴുവൻ പേർക്കും ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ് CPO എന്ന് പറയുന്നത്. അത് ചതി തുടങ്ങിയത് 2019 തൊട്ട്. ഇപ്പം കഴിഞ്ഞ 530/2019 തൊട്ടാണ് PSCക്ക് അതേപോലത്തെ ഒരു കളി തുടങ്ങിയത്. അതായത് 1 വർഷം കാലാവധി ഉള്ളത്. ഇപ്പം എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം, ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. അതിനു മുമ്പ് ഒരു ചെറിയൊരു പരസ്യമുണ്ട്. ഇപ്പം നിങ്ങളെല്ലാം LDCക്ക് വേണ്ടി നല്ലോണം പ്രിപ്പയർ ചെയ്യുമല്ലോ. എല്ലാം 10th ലെവലും +2 ലെവലും ഡിഗ്രി ലെവലും എല്ലാത്തിനും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ അടുത്ത് LDC എക്സാം അടുത്തത് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരിക്കും. അപ്പോൾ ഞാനൊരു സ്ഥാപനത്തിനെ പരിചയപ്പെടുത്താം. നിങ്ങൾ ഗവൺമെൻറ് എംപ്ലോയി ആവാൻ ആഗ്രഹിക്കുന്നവരാണോ? എങ്കിൽ വരൂ, വെട്ടിക്കാവരുടെ സ്വന്തം സ്ഥാപനം ലേണിംഗ് പോയിന്റ്. 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ എല്ലാത്തരം എക്സാമിനും കൃത്യമായ പരിശീലനം. അതും അതാത് സബ്ജക്റ്റിൽ കഴിവ് തെളിയിച്ച അധ്യാപകർ നയിക്കുന്നു. കൂടാതെ നൈറ്റ് ബാച്ചും സ്റ്റാർട്ടായിട്ടുണ്ട്. കുറഞ്ഞ കാലയളവിൽ ഗവൺമെൻറ് എംപ്ലോയി ആവാം. വരൂ, ലേണിംഗ് പോയിന്റ്. സെൻട്രൽ ഫോർ PSC എക്സാം, എക്സ് സർവീസ് മാൻ, ബിൽഡിംഗ് നിയർ ഗ്രൗണ്ട്, വെട്ടിക്കവല. 4894300669. അങ്ങനെ CPOയുടെ 2022 നോട്ടിഫിക്കേഷൻ വിളിച്ച CPO അതിൻ്റെ എക്സാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വന്നു. ഇപ്പോൾ ഏപ്രിലിൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു. അതായത് മറ്റേൻ്റെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് വെച്ചാൽ ജോലി കൂടുതൽ കൊടുത്തില്ല. ഞാൻ സെക്രട്ടേറിയറ്റിലൊക്കെ പോയി, ഇതിന് മുമ്പ് ഞാൻ ഒരു 3 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സെക്രട്ടേറിയറ്റുമായിട്ട് ബന്ധപ്പെട്ട്. നമുക്ക് വിഷമം തോന്നി, ഞാൻ കരഞ്ഞിട്ടുണ്ട്. അതായത് 3 ഡേയും നൈറ്റുമായിട്ട് 3 നൈറ്റും 4 ഡേയുമായിട്ട് അവിടെ പോയി നിന്നിട്ടുണ്ട്. അങ്ങനെ ഷെഡ്യൂൾ ചെയ്തായിരുന്നു ആൾക്കാർ അവിടെ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ രാത്രിയിൽ കിടക്കുമ്പോൾ കൊതുകിൻ്റെ ശല്യമൊക്കെ ഉണ്ട്. നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ശരീരം, കൈയും മുഖവും ഒന്നും നമുക്ക് അറിയാൻ പോലും പറ്റത്തില്ല. അത്രയും കൊതുക് കുത്തി തെണുത്തിരിക്കും. അത് അത്രയും കഷ്ടപ്പെട്ട് കിടന്ന ഒരു ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് കിടന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആയിരുന്നു 530. എനിക്ക് നല്ല വിഷമമുണ്ട്. എന്നെപ്പോലെ കുറേ പേർക്ക് വിഷമമുണ്ട്. ഇപ്പോൾ അതല്ല, ആ രീതി ആവർത്തിക്കാൻ നോക്കുകയാണ് ഇപ്പോൾ 2022 വന്ന നോട്ടിഫിക്കേഷൻ. അങ്ങനെ ആവാതിരിക്കട്ടെ. ഇപ്പം തന്നെ 2022 റാങ്ക് ലിസ്റ്റിൽ അറിയാം, പരമാവധി കുറച്ചാണ് ആൾക്കാർ എടുത്തേക്കുന്നത്. എന്നിട്ട് ഇപ്പോഴും അതിൻ്റെ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതാണ് ഇവരുടെ കുഴപ്പം. അത് ചിലപ്പം എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇപ്പോഴും ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുക, ചില ബാച്ചിൻ്റെയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ചിലപ്പോൾ അതുകൊണ്ടും ആവാം ഇതുപോലെ റിപ്പോർട്ട് ചെയ്യാത്ത. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ ജോലി കിട്ടും. ഇപ്പം ഇവിടുത്തെ ലിസ്റ്റിൽ വന്നവർക്ക് ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഫുൾ ആൾക്കാർക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ ആരും CPO പഠിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് അത്രയ്ക്കും കുറച്ച് ചെറിയ ഒരു റാങ്ക് ലിസ്റ്റാണ് ഇട്ടേക്കുന്നത്. അതായത് ആദ്യമേ ഇട്ടേക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു പകുതി ആൾക്കാർക്ക് പോലും ഞങ്ങൾക്ക് ജോലി കിട്ടിയില്ല. അപ്പോൾ അതിനെക്കാട്ടിലും കുറച്ച് ആൾക്കാരെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിച്ചേക്കുന്നത്. ഇവർക്കെല്ലാവർക്കും ജോലി കൊടുക്കാൻ സർക്കാർക്ക് ഉത്തരവാദിത്വമുണ്ട്. കാരണം ഇത് ഈ ഒരു റാങ്ക് ലിസ്റ്റിലും മെയിൻ ലിസ്റ്റിൽ വരാൻ അത്ര എളുപ്പമൊന്നുമല്ല. ഇപ്പം എൻ്റെ ഒരു കാര്യം പറഞ്ഞാലും അത് അത്ര എളുപ്പമൊന്നുമല്ല. അതിൻ്റെ പുറത്ത് നല്ല കഷ്ടപ്പാടുണ്ട്. ഞങ്ങളന്ന് സമരത്തിന് നിന്നപ്പോൾ നമ്മളെക്കാട്ടിലും 10-20 മാർക്കുള്ളവരൊന്നും അല്ല ഈ ജോലി കിട്ടിയേക്കുന്നത്. കൂടിപ്പോയാൽ 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക്. അത് 1 മാർക്ക് മാക്സിമം. എൻ്റെ മാർക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ മാക്സിമം ഒരു പോയിൻറ്റോ അല്ലെങ്കിൽ 1 മാർക്കോ കൂടുതലുള്ളവരൊക്കെ ആയിരിക്കും ഇപ്പോൾ ജോലി ഉള്ളത്. അപ്പോൾ അത്രയും കട്ട് ഓഫിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നത് പത്തനംതിട്ടയിലായിരുന്നു. ഇപ്പം കഴിഞ്ഞ വട്ടത്തിനെക്കാട്ടിലും കട്ട് ഓഫ് കൂട്ടിയിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഗതി ഇപ്പോഴത്തെ പിള്ളേർക്ക് വരാൻ അനുവദിക്കരുത്. ഇപ്പോൾ ഉള്ളവർക്ക് ഫുള്ള് ജോലി കൊടുത്താലും പിന്നെയും വേക്കൻസി കിടക്കേണ്ട ഒരു സമയം. ഇവരിത് വേക്കൻസി റിപ്പോർട്ട് ചെയ്യിക്കാത്തത് പിന്നെയും ഇപ്പോൾ ഒരു എക്സാം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അത് മാത്രമല്ല, ഇപ്പം ഡിസംബറിൽ
പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ വയറിളകിയതുപോലെ എക്സാം നടത്തുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നും ഒരു എക്സാം ഉണ്ട്. ഇപ്പം ഓരോ ആഴ്ച കൂടുന്തോറും എക്സാമാണ്, എല്ലാ ദിവസവും എക്സാമാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ ചിലപ്പോൾ ഒരു എക്സാമോ അങ്ങനെയൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഇത് എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും എക്സാമാണ്. ഈ എക്സാം നടത്തിയിട്ട് ആൾക്കാരെ ജോലിയും കൊടുക്കുന്നില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതും ഇപ്പം ജോലി കിട്ടണമെങ്കിൽ ഇപ്പോൾ ഇതിനകത്തുള്ള അഡ്മിന്മാർ PSC ഓഫീസിൽ കയറി ഇറങ്ങി നടക്കണം. അതായത് സർക്കാരിൻ്റെ ജോലിയും കൂടെ നമ്മൾ ഏറ്റെടുക്കണമെന്നാണ് ഇപ്പോഴത്തെ ഒരു ഇത്. ഇപ്പം ഞങ്ങളുടെ ലിസ്റ്റിലുള്ളവർക്കെന്ന് അറിയാം. ഇപ്പം പിന്നെ ഈ ലിസ്റ്റിലുള്ളവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ മെയിൻ ലിസ്റ്റിൽ കിടക്കുന്നവർ തന്നെ പല ലിസ്റ്റിൽ കിടക്കുന്നവരുണ്ട്. പിന്നെ ഈ പോലീസിനോടൊക്കെ ഉള്ള ഇച്ചിരി ഇഷ്ടമുള്ളവർക്ക് മാത്രമേ പോലീസിൻ്റെ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഈ സേവനമൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ഇച്ചിരി മനക്കെട്ടി വേണം. പിന്നെ എൻ്റെ ആ ട്രെയിനിങ് പീരീഡൊക്കെ ഒന്ന് പാസ്സായി വരണമെങ്കിൽ കുറച്ച് മനക്കെട്ടി വേണം. അതൊക്കെ അതിനോട് താല്പര്യമില്ലാത്തവർ അല്ലാത്തവരെയും കൂടെ ഒന്ന് സഹായിക്കാൻ നോക്കുക. ഇപ്പം അല്ലാതെ തന്നെ ഫുള്ള് ആൾക്കാരെ എടുക്കാനുള്ള ഒരു ചെറിയൊരു ലിസ്റ്റാണിത്. എങ്കിലും അങ്ങനെ ആരെങ്കിലും പരസ്പരം സഹായിക്കുന്നത് നല്ലതായിരിക്കും. ഞങ്ങളുടെ ലിസ്റ്റിലുള്ളവർക്കായാലും ഇപ്പം എല്ലാവരുടെ അടുത്തും ഇതുപോലെ NJD ഒക്കെ കൊടുത്തു നോക്കി. പക്ഷെ അവർ കൂടുതലും പേര് തയ്യാറായില്ല. അപ്പോൾ അവർ തന്നെ ഇപ്പം ഈ ട്രെയിനിങ് പീരീഡിൽ കയറിയിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അത്രയും കൂടെ ജോലി കുറവാണ് ലിസ്റ്റിലുള്ളവർക്കും കിട്ടുന്നത്. അങ്ങനെ ഒരു ഗതി ഈ ഒരു ലിസ്റ്റിന് വരാതിരിക്കട്ടെ. എല്ലാവർക്കും ജോലി കിട്ടാനുള്ള വേക്കൻസി ഉണ്ട്. അത് ഞങ്ങൾ നിൽക്കുമ്പം തന്നെ ഞങ്ങൾ ചുമ്മാ നിന്നല്ല അവിടെ പോയി സമരം ചെയ്തത്. ഞങ്ങളൊരു അവിടുത്തെ വേക്കൻസി ഇൻഡയറക്റ്റായിട്ട് അറിഞ്ഞിട്ട് ആ ഒരു വേക്കൻസി സർക്കാരിനോടൊന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവിടെ പോയി സെക്രട്ടേറിയറ്റ് സമരം ചെയ്തത്. അല്ലാതെ നമ്മൾ പുതിയൊരു വേക്കൻസി ഉണ്ടാക്കിയിട്ട് ജോലി തരാനല്ല. ഞങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞു. ആ ഒരു സമയത്ത് പത്രത്തിലൊക്കെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു എക്സാം. എന്നിട്ടും അവർക്കൊരു കുലുക്കവും ഇല്ല. പിന്നെ ഈ ഒരു ഗതി ഈ ഒരു ലിസ്റ്റിലുള്ളവർക്ക് ആവർത്തിക്കുവാണെങ്കിൽ അത് ആ ഒരു ഗതി വരുത്തല്ലേ. ഈ ഒരു ലിസ്റ്റിലുള്ളവരെ ഫുള്ള് എടുക്കാൻ നോക്കണം. അതാണ് വേണ്ടത്. അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഇപ്പം 2026 വരെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അത് വേറെ ഒരു കാര്യത്തിനാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ മാത്രം ഒരു അഭിപ്രായമാണ്. ഇപ്പം ഇത് എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും ഇപ്പം നമ്മളൊരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമുക്ക് പറയാം. അല്ലാതെ ഈ കൂടുതലൊന്നും എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം CPOയുടെ വർഷം തോറും ഒരു വർഷമാണ് അതിൻ്റെ കാലാവധി പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ ഈ ഒരു വർഷം കൊണ്ട് ഇത്രയും ലിസ്റ്റിലുള്ളവരെ ജോലി കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? ഇപ്പം നേരത്തെ ആണെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന സമയത്ത് 2 വർഷമായിരുന്നു. അതായത് 9 മാസം ഒരു ബാച്ച്, 9 മാസം 2 ബാച്ച്, അങ്ങനെ ലിസ്റ്റ് ഫുള്ള് തീർത്തെടുക്കുകയായിരുന്നു ചെയ്തിട്ടുള്ളത്. ഈ ഒരു വർഷം കൊണ്ട് ഈ 2 ബാച്ച് നടത്താൻ പറ്റുമോ? എനിക്ക് ഇപ്പോൾ ഒരു ബാച്ച് നടത്തണമെങ്കിൽ 9 മാസം 10 മാസം വേണം ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞിട്ട് ഇറങ്ങണമെങ്കിൽ. അതുപോലെ തന്നെ രണ്ടാമത്തെ ബാച്ചും നടത്തണമെങ്കിൽ അത്രയും കൂടെ ഡിലേ ആകുമല്ലേ. അപ്പോൾ അതനുസരിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടുന്നതിനുള്ള അവസരം കൂടി അവിടെ നഷ്ടമാകുക, അത്രയും കൂടെ ഡിലേ ആകുമ്പോൾ. പിന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വിളിക്കുക. ഇപ്പം തന്നെ ഇപ്പോഴത്തെ ഇത് എടുത്ത് തുടങ്ങിയിട്ടില്ല. കുറച്ച് പേർക്ക് എനിക്കൊന്ന് അഡ്വൈസ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എങ്കിലും അവർക്ക് ട്രെയിനിങ് പീരീഡ് കയറുന്നിടം വരെ കൂടുതലും പേർക്ക് ഇപ്പോൾ ഒരു 150 പേരെങ്കിലും ഇല്ലാതെ ഒരു ട്രെയിനിങ് പീരീഡ് തുടങ്ങത്തില്ലല്ലോ ഒരു കമ്പനി, ഒരു ഇതിലുള്ളത്. അപ്പോൾ അത്രയും പേർക്കെങ്കിലും അത്രയും പേര് മാത്രമല്ല, അപ്പോൾ അവരുടെ ഒരു കാലാവധി കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് ഇപ്പം LDCക്ക് എനിക്ക് തോന്നുന്നു ഇതിലും ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ തിരുവനന്തപുരം CPOയുടെ കാര്യം നോക്കി വന്നെങ്കിൽ അതിനെക്കാട്ടിലും കൂടുതൽ പേർക്ക് ഇപ്പോൾ LDC നിയമനമായിട്ടുണ്ട്. അപ്പം ഇത്രയും ഏറ്റവും കൂടുതൽ പോലീസുകാരെ ആവശ്യമുള്ള തിരുവനന്തപുരത്തുള്ള പോലീസുകാർക്ക് കൊടുക്കേണ്ട വേക്കൻസി കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് എത്ര 300-400 ആ സംതിങ് അത്രയും വേക്കൻസിയെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആലോചിക്കണം, ഇവരെന്ത് ജോലി പിടിച്ചിടുന്നുണ്ടെന്ന് ആലോചിക്കണം. ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിലുള്ളവർക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ CPOയുടെ റാങ്ക് ലിസ്റ്റ് 2 വർഷത്തെ കാലാവധി കൂട്ടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എങ്കിലേ ഈ ലിസ്റ്റിലുള്ളവർക്ക് കൂടുതലും ജോലി കിട്ടത്തുള്ളൂ. അല്ലാതെ ഉള്ളവരെ പകുതി എടുത്ത് കളയും. അത് ഈ ഒരു ലിസ്റ്റിൽ അങ്ങനെ വരാതിരിക്കട്ടെ, എല്ലാവർക്കും ജോലി കിട്ടട്ടെ. അങ്ങനെ ഈ ലെവലിൻ്റെ മെയിൻ എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ മാസം ഡിഗ്രി എക്സാമിൻ്റെ പ്രിലിംസ് നടത്തി, അതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. അതിന് മുമ്പ് തന്നെ ഇപ്പോൾ മെയിൻ എക്സാമിൻ്റെ ഡേറ്റും വന്നിട്ടുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു സാറന്മാർ ഇതിനെപ്പറ്റി പറയുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുമായിരുന്നു. ആരും ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. യൂട്യൂബ് തുറന്നാലേ ഒരു കെട്ട് യൂട്യൂബ് ചാനൽമാരും സാറന്മാരും ഉണ്ട്. അവരൊന്നും ഇതിനെപ്പറ്റിയും ഒരു കാര്യവും പറയുന്നില്ല. ആകെ പറയുന്നത് പറഞ്ഞാൽ ന്യൂമീസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. പുള്ളിക്കാരൻ അന്നേരം ഉള്ളൊരു അപ്ഡേറ്റ് കറക്റ്റായിട്ട് തരുന്നുണ്ട്. അല്ലാതെ വേറെ ഒരു സാറന്മാരും ചില സാറന്മാർ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന സാറന്മാരുടെ കാര്യമല്ല പറയുന്നത്. ഈ ഉദ്യോഗാർത്ഥികൾ തന്നെ നടത്തുന്ന കുറേ യൂട്യൂബ് ചാനലുണ്ടല്ലോ, അവരുടെ കാര്യം പറയുന്നത്. അപ്പോൾ അവരൊന്നും ഇതിനെപ്പറ്റി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നടത്തുന്നത് തന്നെ ഇപ്പം അതിൻ്റെ ഒരു തെറ്റെന്ന് പറഞ്ഞാൽ ഇപ്പം ഡിഗ്രി ലെവലിൻ്റെ കട്ട് ഓഫ് ആർക്കും പ്രവേശിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവർക്ക് തോന്നുന്ന കട്ട് ഓഫ് ഇടുന്നത്. ഇപ്പോൾ ഒരു സേഫ് ലാൻഡ് അവർ ആക്കിയിട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ 40 മാർക്കിന് മേളിലാണ് ഒരു സേഫ് ലാൻഡ് ആക്കി വെച്ചേക്കുന്നത്. ഈ 40 റാങ്കിന് മേളിലുള്ളവർ ഈ മെയിൻ എക്സാമിന് പഠിച്ചു തുടങ്ങുക, ലിസ്റ്റ് വരുമ്പം അതിൽ കൂടുതലായിരുന്നെങ്കിൽ ഈ പഠിക്കുന്നവരൊക്കെ ആരായി?
ഇതിലും എന്ത് നല്ലതാണ് ഈ ഒരു എക്സാം റിസൾട്ട് പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നിട്ട് ഒരു മെയിൻ എക്സാമിൻ്റെ റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത് അതല്ലേ നല്ലത്. ഇത് വെറുതെ ചുമ്മാതങ്ങ് പരീക്ഷ നടത്തി ഇപ്പം നോക്കുകയാണെങ്കിൽ ഒരാഴ്ച ഒരു 200 പേജിൻ്റെ ഒരു ഇത് ഹാൾ ടിക്കറ്റ് കാണും എല്ലാവരുടെയും വീട്ടിൽ ഇതിനെ അപ്ലൈ ചെയ്തിട്ട്. ഇവർ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ തോന്നുന്നു ആൾക്കാരെ കുറയ്ക്കാനെന്ന് തോന്നുന്നു. കാരണം ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാൾ ടിക്കറ്റിൻ്റെ രജിസ്റ്റർ നമ്പർ നല്ലോണം കറപ്പിക്കാൻ എല്ലാവരും നോക്കും. ഇപ്പം ആദ്യമായിട്ട് പരീക്ഷയ്ക്ക് പോകുന്നവർ നോക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഏത് പരീക്ഷയുടെ എക്സാം ഏതിൻ്റെ ഹാൾ ടിക്കറ്റാണെന്ന് കറക്റ്റ് നോക്കണം. അതാണ് അതിൻ്റെ അങ്ങനെ വരെ എത്തി. എന്നിട്ട് ഇത്രയും ഈ പരീക്ഷ നടത്തുന്നതിൻ്റെ ജോലി ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇതാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പക്ഷേ നടന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തെ CPOയുടെ റാങ്കിൽ ലിസ്റ്റിലുള്ളവരറിയാം ഈ അഡ്മിന്മാരെ എന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാം. NTD ഒക്കെ എടുക്കാൻ ഞങ്ങളുടെ ബാച്ചിൽ തന്നെ ആയിരിക്കും. ഞങ്ങൾ പത്തനംതിട്ടയായിരുന്നു KP3. അതിനകത്തുള്ള അഖിൽ മാത്യു എന്ന് പറയുന്ന പുള്ളിക്കാരനായിരുന്നു ഞങ്ങളുടെ അഡ്മിൻ. പുള്ളിക്കാരൻ എന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയോ? ഈ ജോലി ഞങ്ങളുടെ കൂടെ ഉള്ളവർക്ക് എത്ര പേർക്ക് ജോലി മേടിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ NTD എവിടേക്കോ കിടക്കുന്ന പറഞ്ഞാൽ NTD പുള്ളി തന്നെ പോയി പൈസ കൊടുത്തു. അപ്പോൾ എനിക്ക് അതിനകത്ത് ഇല്ലെങ്കിലും ആ പുള്ളിക്കൊരു ജോലി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അത്രയും പുള്ളി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് അറിയത്തില്ല, പുള്ളിക്കാരൻ്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. എങ്കിലും ഒരു വിഷമമായിട്ടുണ്ട് പുള്ളിക്കാരനെ എത്ര പേർക്ക്. അതേപോലെ ഇത് മാത്രമല്ല, ഇടുക്കി ജില്ല, തിരുവനന്തപുരത്തുള്ള കുറേ പേര് ഇതേന്നും പറഞ്ഞിട്ട് അഡ്മിന്മാർ നല്ലോണം നിന്നിട്ടുണ്ട്. അവർക്ക് അവരുടെ ജില്ലയിലുള്ളവർക്ക് പരമാവധി ജോലി NTD ഒക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവർക്കൊരു ജോലി ഇല്ലാതെ ഇപ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. അത് അവരുടെ സമയം കഴിഞ്ഞ്, അതല്ലയോ ആ കഴിഞ്ഞ വർഷത്തെ ആയിരുന്നു അവരുടെ, എൻ്റെയും സമയം കഴിഞ്ഞ് എക്സാമിൻ്റെ. ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, CPOയുടെ എക്സാം 2 വർഷത്തെ ഇടയ്ക്ക് 2 വർഷത്തെ കാലാവധിയെങ്കിലും കൊടുക്കണം ഒരു റാങ്ക് ലിസ്റ്റിന്. ഈ 1 വർഷം കൊണ്ട് ഒന്നും ആവത്തില്ല. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇപ്പം ഡിഗ്രി ലെവലിൻ്റെ മെയിൻ എക്സാം വന്നിട്ടുണ്ട്. ഒരു പ്രിലിംസിൻ്റെ റിസൾട്ട് പോലും വരാതെ മെയിൻ എക്സാം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതൊരു തെറ്റായ ഒരു നടപടിയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു 2 കാര്യം പറയാനാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. വേറെ ആരും ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ഒരു CPO റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് എങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.